ഒന്ന് എൻ്റെ ഫാദറും മദറുമായിരിക്കും, മറ്റുള്ളത് കമ്മിറ്റി മെമ്പേഴ്സ്, തന്ത്രികളുടെ എല്ലാ അന്ന് അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ടുള്ള ഈ പറയുന്നതായിട്ടുള്ള ഓരോരോ വിഗ്രഹങ്ങളുടെ ഒരു ഫംഗ്ഷൻ അവിടെ വെച്ച് നടക്കുന്നു. അപ്പോൾ അത് ഏകദേശം രാവിലെ 6:15 പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 7 മണിക്ക് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങ്, 7 തൊട്ട് ഒരു 7:40 വരെ ഉള്ളിൽ ഈ ഒരു നീളുന്നതായിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ മെയിൻ നടയിൽ വെച്ചിട്ട് തീർത്തതിന് ശേഷം ഔദ്യോഗികമായിട്ട് നമ്മുടെ ഗവർണറുള്ള പരിപാടിയുണ്ട്, അദ്ദേഹത്തിന് പ്രോട്ടോകോൾസും ബാക്കിയുള്ളതുകൊണ്ട് അദ്ദേഹം ആ സമയം കൊണ്ട് അവിടെ പോവുകയും അതിന് ശേഷമുള്ള പരിപാടികൾ നമ്മുടെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏകദേശം 8:30 മണി, 8 to 8:30 മണിയുടെ ഉള്ളിൽ തുടങ്ങിയിൽ 2 പാട്ടുകൾ ഗുരുവായൂരപ്പൻ സമർപ്പണം, അതും ആ വേദിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പം അന്നൊരു പറയുക ഓടക്കുഴൽ ഇതുണ്ട്, പിന്നെ ഒരു ചെറിയ കുട്ടി സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഗാനമുണ്ട്. ഈ പറയുന്ന എല്ലാ സ്റ്റോറിയുടെയും ഒരു ഭാഗം നമ്മൾ AI സൗകര്യത്താൽ ഒരു സ്കാനർ നമ്മൾ ചെറിയൊരു പില്ലറിനോട് വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഇതിൻ്റെ സ്റ്റോറിയും അല്ലെങ്കിൽ ആ ഒരു കഥയെ കുറിച്ച് അറിയണമെങ്കിൽ അത് മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ലാംഗ്വേജിലായിട്ട് നമുക്ക് ആ ഒരു കഥയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു പ്രശസ്തിയെക്കുറിച്ചിട്ടും നമ്മൾ ഇതുള്ള അവൈലബിലിറ്റി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളെല്ലാം ഇപ്പോൾ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ മുഖമണ്ഡപവും ഈ ഒരു നടപ്പന്തലും ആണ് ആദ്യഘട്ടം. 2ാം ഘട്ടത്തിലാണ് ഈ ഒരു പറയുന്ന മേലിലുള്ള ഒരു സംഭവം ചെയ്യുന്നത്. ഏകദേശം നമ്മളിപ്പോൾ ലാസ്റ്റ് 1.25 കൊല്ലത്തോളം എടുത്തിട്ടാണ് പരിപാടി പൂർത്തിയായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ മൊത്തം ഇതിന് ഏകദേശം ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3.5 കോടി 4 കോടി രൂപ അടുത്താണ് വരുന്നത് മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യഘട്ട സമർപ്പണം നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. 2ാം ഘട്ടത്തെ വർക്കിനും ഓൾറെഡി അങ്ങനെയാണെങ്കിൽ ആ ഒരു കലവറ കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് സമർപ്പിക്കാം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു നമ്മൾ പറയാറുണ്ട് ഗോഡ് ഫാദർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യകാലം തൊട്ട് തന്നെ ഇവിടെ വന്ന് എത്രയോ ശയന പ്രദർശനങ്ങൾ നടത്തി പോയിട്ടുണ്ട്. മണിക്കൂറുകൾ ഇവിടെ ക്യൂ നിന്നിട്ട് ഞാൻ തൊഴുതു പോയിട്ടുണ്ട്. അപ്പോൾ ആ എൻ്റെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരുടെ ഉപരി ഇതിനെക്കാട്ടെല്ലാം എൻ്റെ ഒരു ശക്തിയായിട്ട് കൂടെ നിന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ജീവിതത്തിൽ അർപ്പിച്ചൊരു വ്യക്തിയാണ് ഗുരുവായൂരപ്പന് വേണ്ടി. അപ്പോൾ അവിടെ ഗുരുവായൂരപ്പന് വേണ്ടി എന്തും ചെയ്യാൻ അതിനൊരു എന്താ പറയുക, ഒരു പൈസയുടെ കാര്യത്തിനായാലോ ബാക്കിയുള്ളോ അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് എന്തിന് ഒരു അവസരം കിട്ടുകയാണെങ്കിലും അത് ഡെഫിനറ്റ്ലി അത് ചെയ്യും.